அன்பான அனைவருக்கும் வணக்கம். மதுரை மாவட்டம் பாலமேடு அழகநல்லூர் பொங்கல் நிகழ்ச்சியில் இறங்கி வரும் கங்காயம் புள்ளிக்குளத்தை சேர்ந்த மாடுகள் ஜல்லிக்கட்டு திருவிழா. இதுவரை இந்த போட்டியில் யாராலும் மடக்க முடியாத காளையான முத்துவை வெல்பவருக்கு 5 லட்சம் ரூபாய் பிரைஸ் வழங்கப்படும் ஜல்லிக்கட்டு திருவிழா. ഹലോ ഹലോ ആ നിങ്ങൾ എവിടാ മനുഷ്യ? ഞാൻ മധുരയില്. മധുരയിലോ? ഓ ഇവിടെ എന്തെടുക്കുവാ? നമ്മൾ ഒരു തേവർക്ക് ശേഷം പൈസ കൊടുക്കാറില്ലേടി. അതുകൊണ്ട് അങ്ങേരെ ഇപ്പൊ പറഞ്ഞ ആ പൈസ ഇപ്പൊ കൊടുക്കണമെന്ന് പറയുന്നു. ഇപ്പൊ എങ്ങനെ കൊടുക്കും നമ്മള്? അതാ പിന്നെ വേറെ ഓപ്ഷൻ പറഞ്ഞു പുള്ളി. ഇവിടെ ഈ പുള്ളി ഈ ജല്ലിക്കെട്ടും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ ജല്ലിക്കെട്ടിൽ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ലാത്തൊരു കാളയുണ്ട്. ഈ കാളയെ ഞാൻ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ കാശ് ഇനി കൊടുക്കണ്ടെന്ന്, കൂടാതെ ഒരു 5 ലക്ഷം രൂപയും കൂടി ഇങ്ങോട്ട് തരാന്ന്. കൊള്ളാം. നാട്ടുകാരുടെ കുത്ത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ ഇപ്പൊ കാളയുടെ കുത്തുള്ള നിങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോയത്? ഒന്ന് ചേട്ടാ, നിങ്ങൾക്ക് വീട്ടിൽ പൂച്ചയെ വരെ പേടി. നിങ്ങൾ എന്തോ ഉദ്ദേശിച്ച? അതിനല്ലേ ഞാൻ നമ്മളെ ഈ കറവക്കാരൻ സ്വനപാലനെ കൂടെ കൊണ്ടുവന്നത്. സ്വജനപാലൻ. സ്വജനനെയൊക്കെ എന്തോത്തിന് കൊണ്ടുപോയതാ നിങ്ങള്? എടി അവൻ ഈ കറവയെ കുറിച്ചറിയാം, പശുവിനെ കുറിച്ചറിയാം, 2 കൊമ്പിന്റെ വ്യത്യാസം അവൻ നിന്ന് ചെയ്തോളൂന്ന്. അവൻ സമ്മതിച്ചോ? അതിന് അവന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അവന്റെ അടുത്ത് ഞാൻ ഒരു പശുവിനെ വാങ്ങിക്കാൻ പോണെന്ന് പറഞ്ഞോട്ട് കൊണ്ടുവന്നേല്ലേ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുക, എനിക്കൊന്നും അറിയത്തില്ല. നീ ഒന്ന് വെച്ചിട്ട് പോയേ. வந்திருக்கிற இடம் சூப்பரா. இந்த பொங்கல் நமக்கு சூப்பர் கலெக்ஷன் பட்டைய களம்பளா. பேச்சு மட்டும் தான் சைலண்டா இருக்கும், ஆனா அடி சரா வெடி புക മണം നാറ്റം. അത് ഈ പശുവും കാളയൊക്കെ ഉള്ളല്ലേടാ, അതിന്റെ ഒരു സംഭവമാണ്. ഞാൻ വിജയിയുടെ ഡയലോഗ് പറഞ്ഞു. പിന്നെ അല്ലാതെ വിജയിയുടെ കട്ട ഫാനല്ലേ. ഒരു സന്തോഷ വാർത്ത അളിയ. അളിയൻ ഇപ്പൊ പശുവിനെ മേടിക്കുമല്ലോ. ആ പശുവിനെ മേടിച്ചിട്ട് അളിയന്റെ പശുവിന്റെ കറവയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കറവ നിർത്താൻ പോവുകയാണ്. വിജയ് സാർ സിനിമ നിർത്താൻ പോയല്ലേ, ഒരു സിനിമയുടെ കഴിഞ്ഞ് നിർത്താൻ പോകുന്നു. അതേപോലെ ഞാനും കറവ നിർത്താൻ പോകും. അതിന് വിജയ്ക്ക് കറവയൊന്നും ഇല്ലായിരുന്നല്ല. എടാ നിനക്കൊരു കാര്യം അറിയാവോ, പുള്ളി സിനിമയാണ് നിർത്തിയിട്ട് പോയിട്ട് നേരെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോണോ. നീ നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പോണ്ടാ? എടാ ഞാൻ ഗൾഫിൽ പോവും. ഗൾഫിൽ പോവും? ഗൾഫിൽ പോയിട്ട് സാർ എന്ത് ചെയ്യാൻ പോണ്? അവിടെ പോയിട്ട് ഒട്ടകത്തിനെ കറക്കും. അത് പിന്നെ ഇവിടുത്തെ കറവയായിട്ട് ബന്ധമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും കറക്കണമല്ലേ, നമ്മളതാണ് പറഞ്ഞത്. ഇതെന്താ അമ്പലത്തിൽ പ്രസാദമൊക്കെ തിന്നല്, അത് ചാണകമാണ്. ഈ ചാണകമൊക്കെ ആരെങ്കിലും പോയിഞ്ഞോണ്ടോ? ഖൗ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനകത്ത് 85-ാമത്തെ പേരിൽ 4-ാമത്തെ വരിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ഈ ചാണകം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ പശുവിന്റെ ക്വാളിറ്റി എന്താണെന്ന്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ ചെറുക്കൻ, ഞാൻ ഡിഗ്രി അല്ലടാ, ഡിഗ്രി MK ആണ്. MK എന്ന് വെച്ചാ മോർണിംഗ് കറവ. കാര്യങ്ങൾ എനിക്കറിയാം. ഈ തമിഴ്നാട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ. പശുക്കളെയൊന്നും കെട്ടിട്ടില്ല, അതിനൊക്കെ അങ്ങ് അഴിച്ചങ്ങ് വിട്ടിരിക്കുകയാണ്. നിനക്ക് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഈ തമിഴ്നാടും കേരളവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഈ പണ്ട് ഈ കന്യാകുമാരി കേരളത്തിലായിരുന്നു. ഈ കേരളത്തിൽ നിന്ന് ഈ കന്യാകുമാരി അങ്ങോട്ട് കൊടുത്തിട്ടല്ല തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചത്. അങ്ങനെ ശരിയാവും? എന്ത് ചെയ്യാവുന്നത്? കന്യാകുമാരി കുഴപ്പമില്ല, ഒരു ചാല് വിട്ടിയാൽ നമുക്ക് തള്ളിയാൻ കടലോട്ട് നീക്കാം. പാലക്കാടിന് എങ്ങനെയാണ് വലിച്ചടിച്ചു കൊണ്ടുവന്നത്? ഭയങ്കര കടല്. നീ പറഞ്ഞപ്പോ കേട്ടോ ഞാനും ശ്രദ്ധിച്ചത്. പക്ഷെ നിന്നെ പോലെ ബുദ്ധിയുള്ളവരാന്നില്ലടാ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായി. അതാണ് സംഭവം. നമ്മൾ ഈ ജേഴ്സി ഇട്ടുകൊണ്ടുവന്നില്ല. നമ്മൾ ഏത് പശുവിനെ വാങ്ങുന്നത്? ജേഴ്സി പശുവിനെ. അപ്പൊ പിന്നെ ജേഴ്സി വേണ്ടേ? നീ പുള്ളി പശുവിനെ മേടിക്കാൻ വന്നിട്ട് എന്റെ മുഖം മൊത്തം പുള്ളി അടിച്ചു വിട്ടാനല്ലടാ. നല്ല രസമല്ലേടാ? അത് ആരെ സംഭവം? ആരാണ് ഇതൊക്കെ? ഇതാണ് സംഭവം, ജല്ലിക്കെട്ട്. ഇവിടെ ഒരു പൂത്ത പണക്കാരനുണ്ട്, ഒരു തേവര്. പുള്ളിയാണ് ഈ ജല്ലിക്കെട്ട് നടത്തുന്നത്. സത്യം, പുള്ളി പണ്ട് ഈ പാലക്കാട്. മതി എനിക്കറിയാം. പാലക്കാട് പുള്ളി തമിഴ്നാട്ടിൽ പോയി അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ സംഭവങ്ങളായി. പിന്നെ തമിഴ് ആയതുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് മലയാളം പറഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ സംഭവം പുള്ളി ആദ്യം വിളി. ഇതിന് കൂടുതൽ എന്ത് പറയാ? പുള്ളി ആദ്യം വരട്ടെ, എന്നിട്ട് നമുക്ക് നല്ല പശുവിനെ മേടിച്ച് നൈസിന് അങ്ങ് പോവാം. അപ്പൊ നീ ഒമ്മനും മക്കളെ നീയും കണ്ടിട്ടുണ്ടല്ലേ? എന്തിനാ എന്നെ അടിച്ചത്? ഞാൻ കൗണ്ടർ താനേ, അതുകൊണ്ട് അതാ എൻട്രിയിൽ ഞങ്ങൾ അടിച്ചത്, അല്ലാതെ കിട്ട ഒന്നുമേ ഇല്ല. അത് ഞങ്ങൾക്കറിയല്ല. വന്നാച്ചല്ലേ അല്ല, മലയാളം പറയാന്ന് പറഞ്ഞായിരുന്നു. വന്നായിരുന്നല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കുവാണ്. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ഇതാരാണെന്ന് മനസ്സിലായില്ല? പുള്ളിയാണ് ഇറങ്ങണത്. ഇത് இறங்கണവനാ? நீங்க தானா? ரொம்ப தைரியசாலி. எனக்கு உங்களை ஒருபாடு பிடிச்சிருக்கு. எனக்கு உங்க மாதிரி தைரியசாலியாய் ஆம்பளங்களே ரொம்ப பிடிச்சிருக்கு. ரொம்ப பிடிச்சிருக்கு.
ഇങ്ങനെ ശരിയല്ല കേട്ടോ. എടാ ആ കാണുന്ന മീശ മാത്രമേ ഉള്ളൂ, ആള് പച്ചപ്പാല് വെള്ളോടാ. உங்க பேர் என்ன? എന്റെ പേരാ സ്വജനൻ. സോജനൻ. അത് എന്നാ പേര്? നമ്മ ഏരിയയിൽ മാടുകൾക്ക് കൂടെ ഇടാത്ത പേര് ചോജനെ. എന്നാ ചോജനാടാ? പേരാണ് ഒരുത്തന്റെ ഐഡന്റിറ്റി എന്ന് എന്നെ പഠിപ്പിച്ച എന്റെ അച്ഛനെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. ഓ മൈ ഡാഡ്. എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും വലിയ ഒരാളായിരുന്നു നിങ്ങളുടെ അച്ഛനെന്ന്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിനക്ക് പഠിപ്പിച്ചു തന്ന നിന്റെ അച്ഛന്റെ പേരെന്തുവാ? ചൊക്ലി മണിയെ. നന്നായിട്ട് ചേരും ആ പേര്, നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ല ഞാൻ അതല്ല യാദിക്കുന്നത്. എവിടെയോ ഞാൻ ഉങ്ങളെ പാത്തിട്ട് ഇருக்கு. പാലക്കാട്. അയ്യോ സാറേ, ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല. ഞാനിവിടെ ഒരു കൊച്ചു കറവ നടത്തുന്നു. എന്റെ അപ്പച്ചൻ നിക്കോളാസ് കുറുവിള, വല്യപ്പച്ചൻ, പിന്നെ ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിക്കാമോ? ഉനക്കെന്ന പുരിയലേ? ഏൻ മുത്ത് എന്ന് പറഞ്ഞ സൂപ്പർ. ഏൻ മുത്തിനെ യാറാലും അഴിക്ക മുടിയലേ. കൊണ്ടു ആ മുത്തുമാല ഇപ്പൊ ഞാൻ അഴിച്ചിട്ട് തരാം. ഞാൻ കൊണ്ടുവരുവാ. ഇഷ്ടം പോലെ മുത്തടിക്കുന്ന എന്നാ പേച്ച് പേച്ചിട്ട് இருக்கீங்கடா? പുള്ളിയുടെ പശുവിന് വേണ്ടിടാ പൂവാടാ. ஏய் இங்க வாங்க. நீங்க தானே ஆளு? ஓ. இங்க வாங்க. ഞാനാണ്. நீங்க வந்து இந்த കയറെ പിടിയുങ്കോ. പൈസയും കൊടുത്ത കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ ആദ്യം ചെയ്യണമെന്ന് മൂക്കേറ് നമ്മൾ കിടണം, എങ്കിലേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ. കണ്ടാച്ചാ? ഒന്നും കണ്ടില്ല, അതിനുമ്പ് പോയില്ലേ? അത് താൻ അവങ്ങളെ വലിച്ചോണ്ട് പോയത് ഏൻ മുത്തു അല്ലേ? മുത്തു അല്ലേ, പിന്നെ ആര് അന്വേഷിക്കണ്ടേ? മുത്തുവിലേക്കാള് സിന്ന കാളെ. ഏൻ മുത്തുവിന്റെ വളി ഇപ്പടി അല്ലേ? മുത്തുവിന്റെ വളി ഉങ്ങൾക്ക് പാക്കണമാ? எப்படி இருக்கு? நான் பறந்தா இந்த ஜல்லிக்கட்டு மகோத்சவம் அப்படித்தான் இருக்கு. തമിഴ്നാട്ടിലെ ഏറെക്കുറെ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടു. അടിപൊളി. ഇനിയും കറങ്ങുന്നുണ്ട് കുറേ. താമസിച്ചാലാ നന്നായിരിക്കണം. നീ മത്സരം ആരംഭിക്കലാമാ? പിന്നെന്താ ആരംഭിக்கலாம். ഓട്ടിയെ ആരംഭിക്കലാമാ? നല്ല കാര്യം. ഞാൻ തളർന്നു വന്നതാണ്. ഓട്ടിയും ബീഫും കാര്യങ്ങളൊക്കെ കഴിക്കാം. എന്നടാ പേച്ച് പേച്ചിട്ട് இருக்கீங்க? എന്തൊരു പറയണത്? நீங்க எதுக்குங்கடா இந்த இருந்து குசுகுசுக்குற? നമ്മളെ പശുവിനെ മേടിക്കാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. அங்க എന്ത് സംഭവം? ஏய் ആരംഭിക്കലാമാ? പിന്നെന്താ ആരംഭിக்கலாம். ഗലാട്ടയെ ആരംഭിക്കലാമാ? പെറോട്ട ഉണ്ടെന്ന് നേരത്തെ പോട്ടിയും മരിച്ചു, ഇപ്പൊ പെറോട്ട ഉണ്ടെന്നൊക്കെ പറയാം. ഗലാട്ടയെ ആരംഭിക്കലാമാ? പിന്നെന്ത്? யாரு இவன்? ஏன் முத்துவினை தோப்பிக்கணவருக்கு 5 லட்சம் ரூபா நான் கொடுத்துடுவேன். അളിയാ നീ ഷൈൻ ചേടാ ഒരു കാര്യം ചെയ്യ്. നീ അങ്ങനെ തോപ്പിച്ചിട്ട് 5 ലക്ഷം രൂപ നീ മേടിക്കാൻ നോക്ക്. ചെല്ലടാ, നിനക്ക് പറ്റൂടാ. എടാ ഞാനല്ലേ ഇറങ്ങുന്നത്, നീയാണ് ഇറങ്ങുന്നത്. ഞാനാ? എടാ ഞാൻ പശുവിനെ മേടിക്കണം പറഞ്ഞാ നീ എന്നെ കൊണ്ടുവന്നത് ഇവിടെ. 5 ലക്ഷം രൂപ കിട്ടും. ഇത് കിട്ടി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പശു നമുക്ക് വാങ്ങിച്ചൂടെ? நான் போய் என் முத்துவினை கூப்பிட்டுட்டு வரான். ஆഘോഷം ஆரம்பிக்கடா. முத்துவே என் செல்லம் நான் வந்துட்டு இருக்கீங்கடா. ഞാൻ പറ, നീ എടാ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതല്ല, ഇത് ഈസി കേസാണ്. നമ്മൾ പശുവിനെ കറക്കുമല്ല. ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സംഭവം ഞാൻ സാധാരണ അതിനകത്ത് നിക്കറും കാര്യങ്ങളും എല്ലാം ഉണ്ടാ. അതിനകത്താണ്. അതുകൊണ്ടാണ് നിന്റെ ഞാൻ പറയുന്നത്. അടിപൊളി. അതിനിടയ്ക്ക് അങ്ങ് തയ്യാറായില്ലേ? നല്ല ആള് തന്നെടാ നീ. ഒരു പശുവിനെ മേടിക്കാന്നും പറഞ്ഞ് എന്റെ കയ്യിൽ എന്താ മേടിച്ചു വെച്ചേക്കണം. ടെൻഷൻ അടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന്. വാങ്ങടാ മുത്തുവേ വാങ്ങ. നില്ലടാ. പാത്താടാ എൻ മുത്തുവേ. മുത്തു. എടാ രൂപ മാത്രമേ ഉള്ളൂ, കുഞ്ഞു മനസ്സാണ്. എടാ ഞാൻ പോത്തിന്റെ അടുത്ത് ഒന്നും കാര്യം പറഞ്ഞ് മനസ്സിലാക്കടാ. പൊട്ട, അത് പോത്തല്ല, കാള. ആ വെള്ളം എന്നിട്ട് ഇങ്ങനെ പോത്തിന്റെ അടുത്ത് പറഞ്ഞ ഞാൻ കളിയങ്ങോട്ട്. എന്തായാലും നീങ്ക ഇങ്ങ നിക്കണത് നന്നായി. മുത്തോനെ റെഡ് കളർന്നാ പ്രാന്ത് പിടിച്ചതില്ലേ? മുത്തുവേ അറ്റാക്ക് பண்ணுங்கடா. പോയടാ. അതിന്റെ മുഴ പിടിയടാ. അതിന്റെ മുഴ പിടിച്ചാൽ ചവിട്ടൂലി. മിണ്ടായിരിക്കും അങ്ങോട്ട്. അടിച്ചിട്ട് 5 ലക്ഷം 5 ലക്ഷം. മുത്തു
നീ തോക്കരുത്, എഴുന്നേറ്റിടിയടാ. എടാ, എഴുന്നേറ്റിടിയടാ. ഇടിയടാ. ഇളവിയിരിക്കരുത്. ഇടിക്കരുത്. ഒന്ന് വീഴടാ. എടാ, ഒന്ന് വീഴടാ. എടാ, ഇത് ഏത് കാളയോടാ പറയുന്നത്? എടാ, ഒന്ന് വീഴടാ. എടാ, ഇടിച്ചടാ. ഇടിച്ചടാ. എന്തോ പറയാനാ വീഴ്ച പറഞ്ഞാ? എടാ, എടാ, ഒന്ന് വീഴടാ കാളെ. വീഴടാ കാളെ. ഉണ്ടളവിടാ കട്ടുറി. എടാ, താഴെ നോക്കി വീണ്. വീഴ്ത്തി എന്റെ കാളയെ വീഴ്ത്തി. അവൻ വീട് ഞാൻ മുത്തു വിജയിച്ചിരിക്കണേ. എന്റെ മുത്തുവേ ഒളിഞ്ഞു പോയാനെ. എന്തായാലും രക്ഷപ്പെട്ട് പറ്റൂല. ഞാൻ മുത്തു വിജയിച്ചിട്ട് എനക്ക് തരാനുള്ള കാശല്ല ഇങ്ങ തന്നിരിക്കടാ. നമ്മളെടുത്തിട്ട് ചവിട്ടി ഇടിച്ചിട്ട് നിങ്ങൾക്ക് പൈസ തരാനാ? അളിയാ വാടാ, നമുക്ക് പോവാണ് ഇവിടെ നിന്ന്. പിന്നല്ല, പൈസ എല്ലാവരും കോമ്പൂല പോവാ. അറിയില്ല മുത്തുവേ. ആയിരിക്കും നിങ്ങളെ അടിക്കും. എന്റെ മുത്തു ഇവിടെ ഉള്ളപ്പോ എന്നെ ഇടിക്കും. ഇടിക്കുമെന്ന് മുത്തു ഇവിടെ ഇരിക്കുമ്പോ പുറത്തുനിന്ന് യാറും എന്നെ ഇടിക്കാവ സമ്മതിക്ക മാട്ടെ. മുത്ത് ഞാനല്ലേ പറഞ്ഞത് നിങ്ങളെ മുത്തൂടെ ഉള്ള സമയത്ത് വേറെ ആരും ഇടിക്കൂലെന്ന്. ഞാൻ പറഞ്ഞതിനകത്ത് ഒരു ലോജിക്ക് മിസ്റ്റേക്കും ഇല്ല. മുത്ത ഇവിടെ നിൽക്കുമ്പോ പുറത്തുനിന്ന് ആരും വന്നിടിക്കാവൻ സമ്മതിക്കത്തില്ല. അവന് തന്നെ എന്നെ ഇടിക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.